സർ, ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം ഏതാണ്ട് ക്ലിയറായി വരികയാണ്. ഇപ്പോൾ കേൾക്കുന്നത് യോഗി ആദിത്യനാഥ് ആയിരിക്കും ഡൽഹിയിലെ മുഖ്യ പ്രചാരകൻ. അങ്ങനെയാണോ നമുക്ക് വിലയിരുത്താൻ പറ്റും? അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ അവിടെ യോഗങ്ങളിൽ സംസാരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. 15 റാലികളിൽ അദ്ദേഹം പൊതുയോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കും. കാരണം ബാക്കിയുള്ളവരൊക്കെ ഇതിനേക്കാൾ കുറവാണെന്നുള്ളത് ആ പട്ടിക നോക്കിയാൽ നമുക്കറിയാം. റിപ്പബ്ലിക് ദിനത്തിന് ശേഷം അവിടെ ഒരു കൂട്ടപ്പൊരിച്ചിൽ നടത്താനാണ് BJP ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 15 റാലികളിൽ. അതിന് മുമ്പ് തന്നെ യോഗി വരുന്നുണ്ട്. 23-ാം തീയതി മുതൽ അദ്ദേഹം പ്രധാനമായിട്ടും ദ്വാരക, പട്ടേൽ നഗർ, ബിജ്വാസൽ, ഷഹദാര, പാലം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. പുറത്തു നിന്ന് ഒരാൾ വന്നിട്ട്, അതായത് ഡൽഹിക്ക് പുറത്തു നിന്ന് ഒരാൾ വന്നിട്ട് ഏറ്റവും കൂടുതൽ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നത് യോഗി ആദിത്യനാഥ് തന്നെയാണ്. 14 ജില്ലകളാണ് ഉള്ളത്. എല്ലാ ജില്ലകളിലും അദ്ദേഹം എത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വലിയ ഡിമാൻഡ് യോഗി ആദിത്യനാഥ് വരണം എന്ന് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയെങ്കിലും ഇത്തവണ ഡൽഹി BJPക്ക് ജയിച്ചേ പറ്റൂ. 1998 ശേഷം പച്ച തൊട്ടിട്ടില്ല, ഭരണമൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും ആപ്പാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് 3 തവണ ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്നതാണ് അവിടെ. 1993 BJPക്ക് 70-ൽ ആകെ 70 സീറ്റാണ്. അതിൽ 49 സീറ്റ് BJPക്ക് കിട്ടിയിരുന്നു 1993. എന്നിട്ട് മദൻലാൽ ഖുറാന മുഖ്യമന്ത്രിയാവുകയൊക്കെ ചെയ്തിരുന്നു. അത് 1993. അപ്പോൾ ഇത്തവണ കൂട്ടായ നേതൃത്വമാണ് അവിടെ ഉള്ളത്. ഇന്നയാളാണ് മുഖ്യമന്ത്രി എന്നൊന്നും മുൻകൂട്ടി തീരുമാനിച്ച് പറഞ്ഞിട്ടില്ല. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചിട്ടില്ല. ഉത്തർപ്രദേശിൽ നിന്നുള്ള ധാരാളം ആളുകൾ, അടുത്ത സംസ്ഥാനമാണല്ലോ, അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഡൽഹിയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലും ഇല്ലേ, സൗത്ത് ബ്ലോക്കിലും നോർത്ത് ബ്ലോക്കിലും ഒക്കെ ധാരാളം ആളുകൾ, പിന്നെ കുടിയേറ്റ ജോലിക്കാരും ഒക്കെ ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് വന്ന് അവിടെ താമസിക്കുന്നവർ, വർഷങ്ങളായിട്ട് താമസിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ യോഗിയുടെ വരവ് വലിയ പ്രചോദനമാവും എന്നാണ് കരുതുന്നത്. മോദി 3 റാലികളിലാണ് സംസാരിക്കുക. കിഴക്ക്, വടക്ക് കിഴക്ക്, ഡൽഹി എന്നിവിടങ്ങളിലൊക്കെ. അമിത്ഷാ 8 റാലികളിലാണ് സംസാരിക്കുക. നഡ്ഡ 10 മുതൽ 12 വരെ റാലികളിൽ BJP പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വരുന്നുണ്ട്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കണക്ക് പറഞ്ഞതിൽ നിന്നറിയാമല്ലോ, 15 റാലികൾ, ഏറ്റവും കൂടുതൽ റാലികളിൽ സംസാരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. BJP 27 അംഗ സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിജയം എങ്ങനെയെങ്കിലും നേടണം എന്നുള്ളത് കൊണ്ട്. ആ 27 അംഗ ടീമിൽ ഓരോരുത്തരും 2 മണ്ഡലങ്ങൾ ലാക്കാക്കി പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്, അനുരാഗ് ഠാക്കൂർ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഇതുപോലെയുള്ള ആളുകളാണ് ഈ 27 അംഗ സ്പെഷ്യൽ ടീമിലുള്ളത്. അതല്ലാതെ ഡൽഹി BJPയിൽ നിന്നുള്ള ആളുകളല്ല. അല്ലാതെ തന്നെ ജയിപ്പിക്കാൻ കഴിവുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഡൽഹിയിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ആളുകളെയൊക്കെ തിരഞ്ഞുപിടിച്ചിട്ടാണ് 27 അംഗ ടീം ഉണ്ടാക്കിയിരിക്കുന്നത്. മുമ്പൊക്കെ ഒരാളെ ഏൽപ്പിക്കുമല്ലോ ഒരു സംസ്ഥാനം, അതിൽ നിന്ന് ഭിന്നമായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. 70 സീറ്റിൽ 54 സീറ്റ് ജയിക്കണം എന്നാണ് BJPയുടെ തീരുമാനം. 54 സീറ്റിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഇപ്പം കോൺഗ്രസിനും വലിയ തിരിച്ചടി കിട്ടും, അതുപോലെ ആം ആദ്മി പാർട്ടിക്കും വലിയ തിരിച്ചടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം BJPക്ക് ഒരു മുൻതൂക്കം വരുമ്പോൾ ഈ യോഗിക്ക് വലിയ പ്രാതിനിധ്യം നൽകി മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ കാരണം എന്താ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ
അദ്ദേഹത്തിന് ഈ ഡൽഹിയിൽ താരപ്രചാരകൻ അദ്ദേഹമാണെന്നുള്ളത് വളരെ വ്യക്തം. കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറച്ച് പതർച്ചയുണ്ടായി. അതിന് പല കാരണങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ വിശദമായിട്ട് നേരത്തെ കടന്നിട്ടുള്ളതാണ്. അയോധ്യ പോയി, ഫൈസാബാദ് ലോക്സഭാ സീറ്റ് പോയി, അവിടെ അവധേഷ് പ്രസാദ് SP-യുടെ ജയിക്കുകയൊക്കെ ചെയ്തു. ദലിത് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരു ജനറൽ സീറ്റ് കൊണ്ടുപോയി ഒരു ദളിത് സ്ഥാനാർത്ഥി നിർത്തി അങ്ങനെ പരീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി. അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടെത്തി അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പരിഹാരങ്ങൾ അവിടെ തന്നെ ചെയ്തു. മാത്രമല്ല അടക്കി നിർത്തേണ്ടവരെയൊക്കെ അടക്കി നിർത്തി യോഗിയെ അംഗീകരിച്ച് യോഗിയുടെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് യോഗി അവിടെ പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടതാണ് നമ്മൾ. അവസാനം ഇപ്പോൾ ഈ കുംഭമേളയിൽ തന്നെ എങ്ങനെയാണത് മാനേജ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ ഒരു തീപിടുത്തം കഴിഞ്ഞ ദിവസം ഉണ്ടായില്ലേ, അത് തന്നെ പെട്ടെന്ന് ഇല്ലേ, ആളപായമൊക്കെ ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്ത് അത് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവിടെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് പെട്ടെന്ന് നടപ്പാക്കിയിട്ടൊക്കെ ഉണ്ട് ധാരാളം കാര്യങ്ങളിലൊക്കെ. മാത്രമല്ല ഈ നമ്മുടെ പൗരത്വ നിയമം ഒക്കെ ഇപ്പോൾ ഉത്തരാഖണ്ഡിലൊക്കെ വരുന്നില്ലേ, അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഏക സിവിൽ കോഡ് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വഖഫ് ഇല്ലേ, വഖഫൊക്കെ എടുത്ത് ദൂരെ കളയുന്ന പേടിപ്പിക്കുക. സാറേ അതുപോലെയല്ലോ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വരുന്നു. അവരവിടെ വിജയിക്കുന്നു. അവർ ഒരുപാട് വാഗ്ദാനം നൽകി, ഇലക്ട്രിസിറ്റി, വെള്ളം തുടങ്ങിയൊക്കെ സൗജന്യമായിട്ട് ഫ്രീ ബീസ് എന്ന് പറയുന്ന സംഭവം നടന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് BJPക്ക് പിടിച്ചു കയറുക എന്നുള്ളത് വളരെ അത്യാവശ്യവും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ രംഗത്തേക്ക് ഇറങ്ങി അത് നയിക്കുക എന്നുള്ള ആവില്ലേ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. ഈ പ്രധാനമന്ത്രി ഓരോ മണ്ഡലത്തിലും പോയിട്ട് ഇങ്ങനെ ഈ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിനെ പോലെ അദ്ദേഹത്തിന് സംസാരിക്കാൻ ഏതായാലും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് മേഖല തിരിച്ചിട്ട് 3 മേഖലയായിട്ട് തിരിച്ചിട്ട് 3 റാലിയിൽ അദ്ദേഹം പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതൊരു സംസ്ഥാനം, ഇവിടെ വന്നാലും അദ്ദേഹം അത്തരം റാലികളിലൊക്കെ അല്ലേ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റും. സത്യത്തിൽ ഒരു മുഖ്യമന്ത്രി വന്നാലും 2-3 റാലിയിലൊക്കെ സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് വെക്കാം. പക്ഷെ ഇപ്പോൾ യോഗി വലിയ ഡിമാൻഡിലാണ് നമ്മുടെ രാജ്യത്ത് തന്നെ. അങ്ങനൊരു ഭാവിയിൽ പ്രധാനമന്ത്രി ആകേണ്ട ആളാണെന്നൊക്കെ ആളുകൾ പറയാറില്ലേ ഇപ്പോൾ ധാരാളം. അതെന്തുകൊണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അദ്ദേഹത്തിനെ ബാധിച്ചേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കുകയല്ലേ ചെയ്തത്. 9 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 7 പിടിച്ചെടുത്തില്ലേ. കുന്ദർക്കി എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ സ്ഥിരമായിട്ട് ജയിക്കുന്ന മണ്ഡലമൊക്കെ പിടിച്ചു. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഐക്യം അവിടെ രൂപപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായി. അപ്പോൾ ഇത്തവണ ഒരു കല്ലും ശേഷിക്കാതെ അവിടെ പ്രവർത്തിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശ്, ബീഹാർ അവിടെ നിന്നൊക്കെയുള്ള ആളുകളാണല്ലോ കൂടുതലും അവിടെ സാധാരണക്കാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ. പിന്നെ അതിർത്തി പ്രദേശങ്ങൾ ധാരാളം ഉണ്ട്. നോയിഡ മുതൽ അങ്ങോട്ട് UP അല്ലേ. ഇപ്പോൾ ഈ 40-45 കോടിയോളം ആളുകൾ വരുന്ന കുംഭമേള നടക്കുന്നു. അത് ഇതുവരെ ഒരു കുറ്റം പറയാൻ പറ്റാത്ത കോടി ഒരു കുറ്റവും ഇല്ലാത്ത രീതിയിൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാത്രവുമല്ല എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ലോകത്തിന് ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് BJPയുടെ അടുത്ത നിര നേതാക്കൾ പ്രധാനിയാണെന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുവാണോ പാർട്ടി? അത് ആ കാര്യത്തിലും സംശയമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 75 വയസ്സ് എന്നുള്ളൊരു പ്രായപരിധിയൊക്കെ ഉണ്ടല്ലോ പറയപ്പെടുന്നു. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മോദിയെപ്പോലൊരാളും അതിലേക്ക് കയറുകയാണ്, ആ പ്രായത്തിലേക്കൊക്കെ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയൊരു ഊഴം ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങൾ, ഇപ്പോൾ സന്യാസം പോലുള്ള കാര്യങ്ങളൊക്കെ, കാരണം ആത്മീയമായ ഒരു വഴി തിരഞ്ഞെടുക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. മുമ്പും രാമകൃഷ്ണ മിഷനിൽ 3 തവണ ചേരാൻ ശ്രമിച്ചപ്പോൾ അപ്പുറത്തുനിന്ന് അവരുപദേശിച്ചതാണ് മനുഷ്യർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, സമയമായിട്ടില്ല
എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചതാണ്. അപ്പം അങ്ങനെ ഒരു പാത അദ്ദേഹം ഈ പല തിരഞ്ഞെടുപ്പും കഴിയുമ്പോൾ ഏതാണ്ട് അങ്ങനെയാണല്ലോ ധ്യാനത്തിലൊക്കെ ഏർപ്പെടുന്നത്. അതെ, നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. അപ്പോൾ പുതിയ നേതാക്കൾ, പുതിയ നിര വരേണ്ടതാണ്. ആ പുതിയ നിരയിൽ BJPക്ക് കോൺഗ്രസിനെ പോലുള്ള പരാധീനതയൊന്നുമില്ല നേതാക്കളില്ലാത്തതിൻ്റെ. കേന്ദ്രമന്ത്രിയായിട്ട് ശിവരാജ് സിംഹ ചൗഹാനൊക്കെ ഇല്ലേ, എത്രയോ വലിയ നേതാക്കൾ അവർക്കുണ്ട്. നമ്മുടെ മഹാരാഷ്ട്രയിലെ ഫട്നാവിസ് ഇല്ലേ, അങ്ങനെ നേതാക്കളുടെ അഭാവമൊന്നും BJP അലട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് യോഗി ആദിത്യനാഥിനും എന്താണ് കുഴപ്പം? ഇന്ത്യ പോലൊരു ഇങ്ങനത്തെ ഒരു സംസ്കൃതിയുള്ള സ്ഥലത്തൊരു സന്യാസ പശ്ചാത്തലമുള്ള ഒരാൾ പ്രധാനമന്ത്രി ആയാൽ തന്നെ എന്ത്, അതിനേതായാലും ഇനി സമയമുണ്ട് ധാരാളം. അദ്ദേഹം എന്തായാലും ഭരണ മികവ് പടിപ്പടിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. MP ആയതാണ് പലതവണ. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഴിവ് പരമാവധി തെളിയിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയാണ് ഇപ്പോൾ വലിയ ഡിമാൻഡിൽ അദ്ദേഹം ഡൽഹിയിൽ വന്നിരിക്കുന്നത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഡൽഹിയുടെ ഭരണം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. അതുകൊണ്ട് യോഗിയെ മുൻനിർത്തിയുള്ള ഈ ഒരു തേരോട്ടം, കാരണം ഇതുപോലെ നാറി നിൽക്കുന്ന ഒരു അവസ്ഥ പിന്നെ വരാനില്ല. അതെ, അപ്പോൾ കോൺഗ്രസിന് പ്രത്യേകിച്ച് സീറ്റൊന്നും കിട്ടാനില്ല, വട്ടപൂജ്യമായിരിക്കുമല്ലോ സാധാരണ എങ്ങനെയായാലും. കോൺഗ്രസും ആപ്പും തമ്മിൽ സഖ്യവും ഇല്ല, ബന്ധം വഷളാണ്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഇപ്പോൾ തെറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സുവർണാവസരമാണെന്നുള്ളത് BJPക്ക് അറിയാം. അതുകൊണ്ടാണ് എല്ലാ പരിശ്രമവും ജയിക്കാൻ വേണ്ടി നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കരുവാണ് യോഗി ആദിത്യനാഥ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.